ഇന്ന് 3 മിനിറ്റിലൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തട്ടിക്കൂട്ട് വീഡിയോ ആണ്. കാരണം രാവിലെ എണീറ്റപ്പോൾ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മോളെ കുളിപ്പിച്ചതിന് ശേഷം എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അത് കഴിഞ്ഞത് അവളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവൾ സാധാരണ വേഗം ഉറങ്ങാറുണ്ട്. അവളെ കണ്ടുള്ള സന്തോഷമാണ്. അത് കഴിഞ്ഞ് ഞാൻ അവളെ ഉറക്കാൻ നോക്കിയിട്ട് പക്ഷെ അവൾ ഉറങ്ങിയില്ല. പിന്നെ ഞാൻ കുറച്ച് കളിപ്പാട്ടമൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ അടുക്കളയിലിരുന്ന് കുറച്ച് നേരം കളിച്ചു കിട്ടും. അത് അപ്പോഴത്തേക്കും ഞാൻ അടുക്കളയൊക്കെ ആകെ അലമ്പായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പാത്രങ്ങൾ കഴുകാൻ നിന്നു. പാത്രം കഴുകാൻ നിൽക്കുമ്പോൾ അവൾ എപ്പോഴും വന്നിട്ട് ഇതുപോലെ എൻ്റെ കാലിൽ പിടിച്ച് നിൽക്കും കേട്ടോ. അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ല, കളിക്കാൻ പറഞ്ഞാൽ കളിക്കത്തുമില്ല കേട്ടോ. ഇങ്ങനെ വന്ന് നിൽക്കാറാണ് പതിവ്. ഞാൻ പിന്നെ മീനൊക്കെ നേരെയാക്കി വച്ചിട്ട് നിന്നപ്പോഴത്തേക്ക് അവൾക്ക് നന്നായി ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതിനാണ് ഈ കാലിൽ പിടിച്ച് വന്ന് കരയണത് കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുപോയി ഉറക്കിയിട്ട് ഞാൻ നേരെ വന്നിട്ട് നാളികേരം അരച്ചിട്ടു. നാളികേരം മീനിൽ അരച്ചിട്ടിട്ട് ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളോട് കഴുകിയിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയിട്ട് വന്ന ഉടനെ ഹോള് വൃത്തിയാക്കാനാണ് നിന്നത്. കാരണം കളിപ്പാട്ടങ്ങളൊക്കെ ആകെ അലമ്പാക്കിയിട്ടിട്ട് ഇന്നലെ ദിയാൻ കളിച്ചതിൻ്റെയൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി വൃത്തിയാക്കാനൊന്നും സമയം കിട്ടില്ല. ഇവൾ തന്നെ ഉറങ്ങാൻ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പുലർച്ചെ. അതിന് ശേഷം വൃത്തിയാക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അവലെ വൃത്തിയാക്കാമെന്നും പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ഇരുന്നുണ്ടായിരുന്നേ. പിന്നെ ഇന്ന് ദിയാൻ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പണികളെല്ലാം ഒതുക്കിയതിന് ശേഷം എനിക്ക് അവനെ പോയി വിളിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണമാണ് എടുപിടിയെന്നും പറഞ്ഞ് എല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് ഞാൻ അടുക്കളയിൽ നേരത്തെ കുറേ കളിപ്പാട്ടങ്ങൾ വാരിയിട്ടിട്ട് ഇവൾ അടുക്കളയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അടുത്ത് പോവുകയാണേ. ഞാൻ എല്ലാ പണിയും ഒതുക്കിയപ്പോഴത്തേക്കും ഏകദേശം മീൻ വേവാറായി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രിഡ്ജ് ചെയ്ത് ഇവളെല്ലാം കുറുക്കും കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ റാഗി മുളപ്പിച്ചത് മാത്രമാണ് അവൾ സാധാരണ കുടിക്കാറ്. അപ്പോൾ അത് 1/2 കിലോ മേടിച്ചിട്ട് അത് മുളപ്പിക്കിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ ദിവസത്തേക്ക് വരും കേട്ടോ അത്. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ട് നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യൂബും നാരങ്ങയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കലക്കി കുടിക്കാൻ നേരത്താണ് ഞാൻ ഓർമ്മിച്ചത് മീനിൽ ഉപ്പിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉപ്പും പുളിയും ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മേശയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് മുറ്റടിക്കാൻ പോകാമെന്ന് വിചാരിച്ച് വേഗം മേശയൊക്കെ ക്ലീൻ ചെയ്തിട്ടു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2-3 ദിവസമായി മുറ്റടിച്ചിട്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ നല്ല ചപ്പുണ്ടായിരുന്നു. എന്തായാലും 2-3 ദിവസമായി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ മുറ്റമൊക്കെ അടിച്ചിട്ട് വേഗം ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് മുടിയൊക്കെ ചിക്കൊക്കെ എടുത്തിട്ടപ്പോഴത്തേക്കും അവൾ എണീറ്റുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെന്നൊന്ന് ജസ്റ്റ് ആട്ടിക്കൊടുത്തപ്പോൾ ഉറങ്ങി അവൾ. കാരണം അവൾ സാധാരണ ഉച്ചയ്ക്ക് ഇത്രയും ഉറങ്ങാറില്ല കേട്ടോ. ഇന്നിപ്പം കുറച്ചധികം ഉറങ്ങി തോന്നുന്നു. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഞാൻ വിരിച്ച് തട്ടിക്കുടഞ്ഞൊക്കെ ഇട്ടിട്ട് ഞാൻ കൈ കഴുകിയ സമയത്തിന് അവൾ ഉറക്കം എണീറ്റുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവളെ നോക്കിയിട്ട് ദിയാനെ വിളിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകണം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.